ഹായ് ഗൈസ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള 65. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. 65 തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉരച്ചിട്ട് എടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് അതിലേക്ക് മസാലയെല്ലാം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് നന്നായിട്ട് ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലുള്ള വെള്ളമെല്ലാം പോക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞിട്ട് മാറ്റി വെക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ വെള്ളമെല്ലാം ഒഴിവാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. മാറ്റിയതിന് ശേഷം നന്നായി ഒന്ന് കുടഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ്, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ഒരു 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തെടുത്തത്, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ മൈദ, ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്നിവ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ചേർത്തേണ്ട ആവശ്യമില്ല, ഓൾറെഡി കിഴങ്ങിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആയി വരുന്നവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ബ്രൗൺ കളർ ആയി വരുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടാറ്റോ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള കൂടി നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ചോറിൻ്റെ കൂടെയും വൈകുന്നേരങ്ങളിൽ സ്നാക്സായി ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണും വരെ ഗുഡ് ബൈ.